നമ്മൾ ഇന്നലെ പഠിച്ചത് പി ഡി വി വർക്ക് ഇൻ വേരിയസ് പി ഡി വി വർക്കാണ് പഠിച്ചത് അല്ലേ? പി ഡി വി വർക്ക് എന്ന് പഠിച്ചു. നമ്മളിന്ന് തുടങ്ങാൻ പോകുന്നത് പി ഡി വി വർക്ക് ഇൻ വേരിയസ് ക്വാസിസ്റ്റാറ്റിക് പ്രോസസ്. ആദ്യത്തെന്ന് പറഞ്ഞെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷർ. കോൺസ്റ്റന്റ് പ്രഷർ വർക്ക് ആണെങ്കിൽ എന്താണ് നമ്മുടെ പി ഡി വർക്ക് 1 to 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പി ഇൻറ്റു V2 മൈനസ് V1 ആയിരിക്കും. ഇതിട്ടോ പി ഇൻറ്റു V2 മൈനസ് V1. പ്രഷർ കോൺസ്റ്റന്റ് ആണ്, വോളിയം ചേഞ്ച് ഉണ്ടായിരിക്കുമ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞെങ്കിൽ പി ഇൻറ്റു V2 മൈനസ് V1 ആയിരിക്കും. അടുത്ത കോൺസ്റ്റന്റ് വോളിയം. കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ എന്തായിരിക്കും? നമ്മൾ സാധാരണ രീതിയിൽ എഴുതാൻ W1 to 2 P ഇൻറ്റു V2 മൈനസ് V1 എന്നാണ് അല്ലേ? പക്ഷെ V എന്താണ് ഇവിടെ? കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഈ V2 മൈനസ് V1 എന്നുള്ളത് എന്തായിരിക്കും? 0 ആയിരിക്കും. 0 ആകുമ്പോൾ വർക്ക് ഡൺ എന്തായിരിക്കും? W1 to 2 0 ആയിരിക്കും. അപ്പോൾ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പി ഡി വർക്ക് എന്ന് പറഞ്ഞെങ്കിൽ അഥവാ ഡിസ്പ്ലേസ്മെന്റ് വർക്ക് എന്ന് പറഞ്ഞെങ്കിൽ 0 ആയിരിക്കും. അടുത്ത് ഐസോ തെർമൽ പ്രോസസ്, അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അഥവാ പി വി ഈസ് എ കോൺസ്റ്റന്റ്. പി വി കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്. ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ് വരിക? W1 to 2 P1 V1 നാച്ചുറൽ ഓഫ് V2 by V1 എന്നാണ്. P1 V1 log V2 by V1 എന്നുള്ളതാണ് ഐസോ തെർമൽ പ്രോസസ്സിൻ്റെ പി ഡി വർക്കിൻ്റെ ഇക്വേഷൻ. അതിൻ്റെ ഡെറിവേഷൻ പാർട്ടിലോട്ട് വരാം കേട്ടോ. അതുപോലെ പോളിട്രോപിക് പ്രോസസ് ആയിരിക്കും, അതായത് പി വി റേസ് ടു N is equal to കോൺസ്റ്റന്റ്. അതിനെ നമ്മൾ പോളിട്രോപിക് പ്രോസസ് എന്ന് പറയുന്നത്. അതിൻ്റെ വർക്ക് ഡൺ ഇക്വേഷൻ പറഞ്ഞെങ്കിൽ എന്താണ്? P1 V1 മൈനസ് P2 V2 by N മൈനസ് 1 എന്നായിരിക്കും. P1 V1 മൈനസ് P2 V2 by N മൈനസ് 1 എന്നായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പി വി ഈസ് എ കോൺസ്റ്റന്റ് ഐസോതെർമൽ പ്രോസസ്. അപ്പം ഇതിന് നമ്മുടെ ലാസ്റ്റ് ഫോർമുല എങ്ങനെയാണ് വന്നത് എന്ന് നോക്കാം. അതായത് W1 to 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളത് ഇൻ്റഗ്രൽ V1 to V2 PdV ആയിരിക്കുമല്ലോ. നമുക്ക് എന്തറിയാം? പി വി എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? P1 V1 is equal to കോൺസ്റ്റന്റ് ആണ്, is equal to P2 V2 എന്നൊക്കെ നമുക്ക് എഴുതാം അല്ലേ? പി വി സി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അങ്ങനെ P1 V1 is equal to കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത് നമുക്ക് എന്ത് എഴുതാം? P is equal to P1 V1 by V എന്ന് എഴുതാം. ഈ പി എന്നുള്ള സാധനം നമ്മൾ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്ത് കിട്ടും? W1 to 2 is equal to P1 V1 integral V1 to V2 dV by V എന്ന് കിട്ടി അല്ലേ? V1 by V എന്നുള്ളിടത്ത് ഈ പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതെന്താണ്? 1 by വിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? നാച്ചുറൽ ലോഗ് ആയിരിക്കും അല്ലേ? അങ്ങനെയാണ് നമുക്ക് ഈക്വൽ ടു P1 V1 log V2 by V1 എന്ന് കിട്ടുന്നത്. ഓക്കെ, ഇതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയായിട്ട് വരും. പി വി ഗ്രാഫ് വരുമ്പോൾ പഠിച്ചായിരിക്കും, ഇത് +2 പഠിച്ചായിരിക്കും. പി വി ഐസോ തെർമൽ പ്രോസസ്സിൻ്റെ ഗ്രാഫ്, ഐസോബാറിക്കിൻ്റെത്, ഐസോ തെർമൽ ഒക്കെ നമ്മൾ പഠിച്ചായിരിക്കും. ഓക്കെ, അടുത്ത പോളിട്രോപിക്. പി വി റേസ് ടു N is a കോൺസ്റ്റന്റ്. ഇതും ഡെറിവേഷൻ സെയിം തന്നെയാണ്. എന്ത് ചെയ്യുക? പി വി റേസ് ടു N is equal to V1 റേസ് ടു N is equal to a കോൺസ്റ്റന്റ്. ഇതൊന്ന് P is equal to നമുക്ക് എന്ത് എഴുതാം?
P1 V1 raised to n by V raised to n എന്ന് എഴുതാം. ഈ സാധനം കൊണ്ടുപോയിട്ട് Pക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഫോർമുല കിട്ടും. ഓക്കെ, ഇത്രയും സാധനങ്ങളൊന്ന് ഓർത്ത് വയ്ക്കാം കേട്ടോ, ഓരോ ഡിഫറെൻറ്റ് PDB വർക്ക്. ഇനി അതർ ടൈപ്പ് ഓഫ് വർക്ക് ട്രാൻസ്ഫർ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് എന്തുണ്ട്? ഷാഫ്റ്റ് വർക്ക് ഉണ്ട്. ഷാഫ്റ്റ് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഒരു മോട്ടർ ഉണ്ട്, ആ മോട്ടറിന് ഒരു ഷാഫ്റ്റ് ഉണ്ട്. ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. ഈ ഷാഫ്റ്റ് ചെയ്യുന്ന വർക്ക് അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പിന്നെ ഷാഫ്റ്റ് ഈസ് റൊട്ടേറ്റഡ് ബൈ എ മോട്ടർ ദർ ഇസ് എ വർക്ക് ട്രാൻസ്ഫർ ഇൻ ടു സിസ്റ്റം. അത് നമുക്ക് എന്ത് ചെയ്താം? ഡെറിവേഷൻ അല്ല, DW ഈക്വൽ ടു T d തീറ്റ എന്ന് എഴുതാം. ഈ T എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോർക്കാണ്, ഈ d തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, എത്ര ആംഗിൾ തിരിഞ്ഞു എന്നുള്ളതാണ്. ഇത് DW ആണല്ലേ, അങ്ങനെയാണെങ്കിൽ എന്തെഴുതാം? W ടോട്ടൽ വർക്ക് ഡൺ ഈക്വൽ ടു ഇൻ്റഗ്രൽ DW ആണ് അല്ലേ, ഈക്വൽ ടു ഇൻ്റഗ്രൽ θ1 ടു θ2 ആംഗിൾ, θ1 എന്നുള്ള ആംഗിളിൽ നിന്ന് θ2 വരെയുള്ള ആംഗിൾ തീരാൻ വേണ്ടി എത്ര വർക്ക് ഡൺ എടുത്തുന്നുണ്ടെങ്കിൽ T d തീറ്റ എന്ന് കിട്ടും. ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? T ഇൻറ്റു θ2 മൈനസ് θ1 എന്ന് എഴുതാം. ഇഫ് n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ആണെന്ന് വിചാരിക്കും. നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഓഫ് ഷാഫ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വർക്ക് ഡൺ W ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? T ഇൻറ്റു 2π ഇൻറ്റു n എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, വർക്ക് ഡൺ ഈക്വൽ ടു T ഇൻറ്റു 2π ഇൻറ്റു n എന്ന് എഴുതാൻ പറ്റും. അടുത്തത് അതാണ് ഷാഫ്റ്റ് വർക്ക്. അടുത്ത ഫ്ലോ വർക്ക്, അതായത് ഒരു ഫ്ലോ ഇൻ ഉണ്ട്, ഇവിടുന്ന് ഒരു M1 P1 V1 A1 എന്നുള്ള സാധനം ഇൻ ചെയ്യുന്നു, ഇവിടുന്ന് എക്സിറ്റ് ആയി പോകുന്നു. ഇതിൽ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോ വർക്ക് പെർ യൂണിറ്റ് മാസ് നമുക്ക് PV എന്ന് എഴുതാൻ പറ്റും. ഇതെന്ന് പറഞ്ഞെങ്കിൽ പ്രഷർ, ഇതെന്ന് പറഞ്ഞെങ്കിൽ വോളിയം പെർ യൂണിറ്റ് മാസ് ആണ്. വർക്ക് ഡൺ ഈക്വൽ എന്തായിരിക്കും? P ഇൻറ്റു V ഇൻറ്റു M ആയിരിക്കും. M പറഞ്ഞാൽ മാസ്. അപ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ ഉള്ള വർക്ക് എന്ന് പറഞ്ഞാൽ P1 V1 ഇൻറ്റു M1 ആയിരിക്കും. എക്സിറ്റ് ആകുമ്പം P2 V2 ഇൻറ്റു M2 ആയിരിക്കും. പെർ യൂണിറ്റ് മാസ് വർക്ക് ഡൺ PV എന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അതാണ് ഫ്ലോ വർക്ക്. അടുത്ത പാഡൽ വീൽ വർക്ക് ഓർ സ്റ്റിയറിംഗ് വർക്ക്. ആസ് എ വെയിറ്റ് ലോഡ്, ഇവിടെ നമ്മൾ കണ്ടില്ല സെറ്റപ്പ്. ഇവിടെ ഒരു എന്താണ് പാഡൽ വീൽ ഉണ്ട്. ഇവിടെ നമ്മൾ ഒരു വെയിറ്റ് വെച്ചിട്ട് ഇതിനെ ചുറ്റി വെച്ചിട്ടുണ്ട്. ഈ വെയിറ്റ് താഴോട്ട് പോകുമ്പോൾ സംഭവിക്കും, ഇത് കറങ്ങും. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു വർക്ക് ഡൺ ഉണ്ടായിരിക്കും, ഒരു വർക്ക് ഡൺ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇഫ് M ഈസ് ദി മാസ് ഓഫ് ദി വെയിറ്റ്, ഇതിന്റെ മാസ് എന്ന് പറഞ്ഞെങ്കിൽ M ആണ്. ലോവർ ഡിസ്റ്റൻസ് ഡി സെറ്റ് എന്ന് പറഞ്ഞൊരു ഡിസ്റ്റൻസ് ഇത് എന്ത് ചെയ്തു? താഴോട്ട് ലോവർ ചെയ്തു. ആൻഡ് T ഈസ് ദി ടോർക്ക് ട്രാൻസ്മിറ്റഡ് ടു ദി ഷാഫ്റ്റ്. T എന്ന് പറഞ്ഞാൽ എന്താണ്? ടോർക്കാണ്. ടോർക്ക് ട്രാൻസ്മിറ്റഡ് ടു ദി ഷാഫ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടായ വർക്ക് ഡൺ എന്ന് പറഞ്ഞെങ്കിൽ DW എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? മാസ് ഇൻറ്റു G ഇൻറ്റു, അതായത് വെയിറ്റ് ആയി, ഇൻറ്റു ഡി സെറ്റ്, വെയിറ്റ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇതിൽ തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? T ടോർക്ക് ഇൻറ്റു ഷാഫ്റ്റ് വർക്കിന്റെ അതേ സാധനം അല്ല, ടോർക്ക് ഇൻറ്റു ഡി തീറ്റ ഉണ്ടായ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. ടോട്ടൽ വർക്ക് ഡൺ എന്താ ചെയ്യണം? നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കിട്ടണമെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. ഇന്റഗ്രൽ 1 എന്നുള്ള പോയിന്റിൽ നിന്ന് 2 എന്നുള്ള പോയിന്റ് വരെ M G D സെറ്റ്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ഇന്റഗ്രൽ 1 to
2 എന്നുള്ള പോയിന്റ്, അതായത് θ1 to θ2 t d θ. ഈ എം ജി എന്നുള്ളതിനെ നമുക്ക് W എന്ന് എഴുതാം കേട്ടോ. W is weight lowered എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇത് ഇന്റഗ്രൽ 1 to 2 W dz എന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതി W dz, അതിന് t d θ. ഇതാണ് പാഡൽ വർക്ക്. ഓക്കെ അല്ലേ? സിമ്പിൾ ആണ്, സംഭവം എല്ലാതും ഒരുപോലെ തന്നെയാണ്, സിമ്പിൾ ആണ്. ഇത്രയാണ് അതർ വർക്കുകൾ, വേറെ വർക്കുകൾ കേട്ടോ. അതർ ടൈപ്പ് ഓഫ് വർക്ക് ട്രാൻസ്ഫർ ഏതൊക്കെ നമ്മൾ പഠിച്ചേ? ഷാഫ്റ്റ് വർക്ക് പഠിച്ചു, ഫ്ലോ വർക്ക് പഠിച്ചു, അതുപോലെ തന്നെ പാഡൽ വർക്ക് പഠിച്ചു. അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, എന്താണ് ഫ്രീ എക്സ്പാൻഷൻ? The expansion of a gas against vacuum is called free expansion. In free expansion of a gas, there is no resistance to the fluid at the system boundary as the volume of the gas increases to fill up the vacuum space. Since vacuum does not offer any resistance, there is no work transfer involved in the free expansion. എന്താണ് ഫ്രീ എക്സ്പാൻഷനിൽ വർക്ക് ട്രാൻസ്ഫർ ഒന്നും ഇൻവോൾവ് ആയിട്ടില്ല. നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു ക്ലോസ്ഡ് സിലിണ്ടർ എടുക്കുന്നു. ഇതിന് സെൻട്രൽ നമ്മളൊരു ബൗണ്ടറി ഉണ്ട്. ഇവിടെ വാക്വം ആണ്, ഇവിടെ എന്താണ് വാക്വം അല്ല, എയർ ഉണ്ട്. ഇതൊരു ബൗണ്ടറി ആണ് കേട്ടോ. നമ്മൾ ഈ ബൗണ്ടറി പെട്ടെന്ന് റിമൂവ് ചെയ്താൽ സംഭവിക്കും, ഈ എയർ വന്നിട്ട് വാക്വത്തിലോട്ട് മിക്സ് ആവും, ഇത് മൊത്തമായിട്ട് എയർ ആവും അല്ലേ? അപ്പൊ എന്ത് സംഭവിച്ചു? ഇവിടുത്തെ ഫസ്റ്റ് ഇതിന്റെ വോളിയം V1 ആണെങ്കിൽ വോളിയം ചേഞ്ച് ഉണ്ടായില്ലേ? ഇത് മൊത്തമായിട്ടുള്ള വോളിയം, ലാസ്റ്റ് ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞെങ്കിൽ V2 ആണെന്ന് വിചാരിക്കും. എന്തുണ്ടായി? വോളിയം ചേഞ്ച് ഉണ്ടായി അല്ലേ? വോളിയം ചേഞ്ച്. നമ്മൾ സാധാരണ ഇക്വേഷൻ വെച്ചിട്ട് dW ഈക്വൽ എന്താണ് VdV എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ, ഞാൻ W ഈക്വൽ ടു P ഇൻറ്റു V2 മൈനസ് V1 എന്ന് എഴുതിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവിക്കും, നമുക്കൊരു വാല്യൂ കിട്ടും. പക്ഷെ എന്താണ് ഇവിടെ ഫ്രീ എക്സ്പാൻഷനിൽ അതിന് വാല്യൂ ഇല്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഇവിടെ വാക്വത്തിനെതിരെ വാക്വം ഈ എയറിനെതിരെ റെസിസ്റ്റൻസ് ഒന്നും കൊടുക്കുന്നില്ല. റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്താണ് അതിന് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് ഡിസോൾവ് ആയാൽ മതി. ഇനി ഈ സംഭവം പെട്ടെന്ന് റിമൂവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു പോയിന്റ്, 2 പോയിന്റ്. നമ്മൾ ഇത് കോസിസ്റ്റാറ്റിക് വർക്ക് ആയിരിക്കില്ല, കാരണം സഡൻ എക്സ്പാൻഷൻ ആയിരിക്കും അല്ലേ? ഇങ്ങനെ സഡൻ എക്സ്പാൻഷൻ ആവുന്ന സമയത്ത് നമുക്ക് എന്തറിയാം? നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് പറഞ്ഞു. കോസിസ്റ്റാറ്റിക് പ്രോസസ്സിൽ മാത്രമേ ഇന്റഗ്രേഷൻ നടക്കുള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? ഇനിയിപ്പോൾ അഥവാ നമ്മൾ ഈ വാക്വത്തിന് നമ്മൾ ഓരോ സെക്ഷൻ ആക്കി എന്ന് വിചാരിക്കും, ഓരോ ബൗണ്ടറി, ഈ വാക്വത്തിലൊക്കെ ഓരോ ബൗണ്ടറി ഉണ്ടെന്ന് വിചാരിക്കും, അതായത് ഇൻഫിനിറ്റ്ലി സ്മോൾ ബൗണ്ടറീസ്. ഈ ബൗണ്ടറീസ് ഒക്കെ ഓരോന്ന് റിമൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായിരിക്കും, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പാത്ത് കിട്ടും. ഇത് ഒന്നാമത്തെ പൊസിഷൻ, ഇത് രണ്ടാമത്തെ സ്റ്റേജ്. ഇങ്ങനെയാണെങ്കിൽ പോലും എന്താണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്? ഫ്രീ എക്സ്പാൻഷന്റെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എപ്പോഴും 0 ആയിരിക്കും. കാരണം എന്താണ്? ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഇൻ ദി ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് ദർ ഈസ് നോ റെസിസ്റ്റൻസ് ടു ദി ഫ്ലൂയിഡ്. ഈ ഫ്ലൂയിഡിന് ഇവിടെ ഫ്ലൂയിഡ് അറിഞ്ഞ് ഇവിടെ ഇപ്പോൾ തൽക്കാലം എയർ, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഫ്ലൂയിഡ് ആയിക്കോട്ടെ, അറ്റ് ദി സിസ്റ്റം ബൗണ്ടറി. ഈ ബൗണ്ടറി റിമൂവ് ചെയ്താൽ ഇവിടെ എന്തെങ്കിലും റെസിസ്റ്റൻസ് ഉണ്ടോ? ഇല്ലല്ലോ. ആസ് ദി വോളിയം ഓഫ് ദി ഗ്യാസ് ഇൻക്രീസസ് ടു ഫിൽ അപ്പ് ദി vacuum space. Since vacuum does not offer any resistance, എന്തുകൊണ്ടാണ് വർക്ക് ഡൺ ഇല്ലാത്തതെന്നാണ്. എന്താണ്? വാക്വം ഡസ് നോട്ട് ഓഫർ എനി റെസിസ്റ്റൻസ്. സോ എന്താണ്? ദർ ഈസ് നോ വർക്ക് ട്രാൻസ്ഫർ. വർക്ക് ട്രാൻസ്ഫർ നടക്കുന്നില്ല. അതാണ് ഫ്രീ എക്സ്പാൻഷൻ. എന്താണ് ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞെങ്കിൽ? ദി എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ് അഗെയിൻസ്റ്റ് വാക്വം ഈസ് കോൾഡ് ഫ്രീ എക്സ്പാൻഷൻ. ഓക്കെ, അടുത്താണ് ഹീറ്റ് ട്രാൻസ്ഫർ. നമ്മൾ ഇതുവരെ വർക്കാണ് പറഞ്ഞത്, അടുത്തത് എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ. എന്താണ് ഹീറ്റ്? ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറില്ല, വൈവയ്ക്കൊക്കെ ചോദിക്കും, വാട്ട് ഈസ് ഹീറ്റ്? ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഫോം ഓഫ് എനർജി ദാറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് അക്രോസ് എ ബൗണ്ടറി ബൈ വിർച്യൂ ഓഫ് ടെമ്പറേച്ചർ ഡിഫറൻസ്. ടെമ്പറേച്ചർ ഡിഫറൻസ് മൂലം ഒരു ബൗണ്ടറീസ് അക്രോസ്
ട്രാൻസ്ഫർ ആവുന്ന എനർജി ഫോം ആണ് എന്ത്? ഹീറ്റ്. ദി ടെമ്പറേച്ചർ ഡിഫറൻസ് ഈസ് ദി പൊട്ടൻഷ്യൽ ഓർ ഫോഴ്സ്. ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഹീറ്റ് ട്രാൻസ്ഫറിനെ പൊട്ടൻഷ്യലോ അഥവാ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ദി ഫ്ലക്സ്. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ടു ബോഡീസ് ഇൻ ഡയറക്റ്റ് കോണ്ടാക്ട് ഈസ് കോൾഡ് കണ്ടക്ഷൻ. രണ്ട് ബോഡീസ് ഇങ്ങനെ കോണ്ടാക്റ്റിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഓഫ് എ ഹീറ്റ് ബിറ്റ്വീൻ എ വാൾ ആൻഡ് ഫ്ലൂയിഡ് സിസ്റ്റം ഇൻ മോഷൻ ഈസ് കോൾഡ് കൺവെക്ഷൻ. Transfer of heat between two bodies separated by empty space or gases is called radiation. ഇതാണ് ഹീറ്റ് ട്രാൻസ്ഫറിന്റെ 3 മെത്തേഡ്: കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. ഈ സാധനം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ S6-ലാണെന്ന് തോന്നുന്നു, ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു പേപ്പർ നിങ്ങൾ പഠിക്കാണ്. HMT എന്ന് പറയും. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. തൽക്കാലം എന്താണ് കണ്ടക്ഷൻ, എന്താണ് കൺവെൻഷൻ, എന്താണ് കൺവെക്ഷൻ, എന്താണ് റേഡിയേഷൻ എന്നുള്ള സാധനം പഠിച്ചു വയ്ക്കുക. ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് എന്താണ്? ബൗണ്ടറി ഫിനോമിനൻ ആണ്. സിൻസ് ഇറ്റ് ഒക്കർ ഓൺലി അറ്റ് ദി ബൗണ്ടറി ഓഫ് സിസ്റ്റം. ബൗണ്ടറീസിൽ മാത്രമേ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുള്ളൂ. ഡയറക്ഷൻ ഓഫ് ഹീറ്റ്. ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്താണ്? ഹയർ ടെമ്പറേച്ചർ ഉള്ള ബോഡിയിൽ നിന്ന് ലോവർ ടെമ്പറേച്ചർ ഉള്ള ബോഡിയിലോട്ടാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുക. ഇനി നമ്മൾ നേരത്തെ വർക്കിന് പറഞ്ഞ പോലെ തന്നെ ഇതിനും ഒരു സൈൻ കൺവെൻഷൻ ഉണ്ട്. ഓക്കെ, എന്താണ് ഇതിൽ സൈൻ കൺവെൻഷൻ പറയുന്നത്? ഹീറ്റ് ആഡഡ്. ഹീറ്റ് ആഡഡിന് Q എന്നാട്ടോ പറയുന്നത്. സിമ്പിൾ Q ഈസ് യൂസ്ഡ് ഫോർ ഹീറ്റ് ട്രാൻസ്ഫർ. ഒരു സിസ്റ്റത്തിലോട്ട്, ഒരു സിസ്റ്റം ആണെന്ന് വിചാരിക്കും, ഈ സിസ്റ്റത്തിലോട്ട് ഹീറ്റ് ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. Q ആഡ് ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവ് ആണ്. ഒരു സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് നഷ്ടപ്പെടുകയാണെങ്കിൽ എന്താണ്? Q നെഗറ്റീവ് ആണ്. ഇതാണ് സൈൻ കൺവെൻഷൻ. നമ്മൾ നേരത്തെ വർക്കിന്റെ പഠിച്ചായിരുന്നു. വർക്കിന്റെ ഇങ്ങനെയല്ല, വർക്കിന്റെ നേരെ തിരിച്ചാണ്. എന്താണ്? വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം പോസിറ്റീവ് ആണ്, വർക്ക് ഡൺ ടു ദി സിസ്റ്റം നെഗറ്റീവ് ആണ്. ഇത് വർക്കിന്റെ കാര്യത്തിൽ കേട്ടോ. ഹീറ്റിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഹീറ്റ് ആഡഡ് ടു ദി സിസ്റ്റം പോസിറ്റീവ് ആണ്, ഹീറ്റ് ആഡഡ് ഫ്രം ദി സിസ്റ്റം, ഹീറ്റ് റിമൂവ്ഡ് ഫ്രം ദി സിസ്റ്റം നെഗറ്റീവ് ആണ്. അടുത്ത യൂണിറ്റ് ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജൂൾ ആണ്. ദി റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഓർ വർക്ക് ട്രാൻസ്ഫർ ഈസ് ഗിവൺ ബൈ കിലോവാട്ട് ഓർ വാട്ട്. ഇത് നിങ്ങൾക്ക് അറിഞ്ഞാലോ, ബേസിക് ആയിട്ടൊന്നും എഴുതി വെച്ചൊന്നുമില്ല. അടുത്ത് വർക്ക് പോലെ തന്നെ എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫറും ഒരു പാത്ത് ഫംഗ്ഷൻ ആണ്. നമ്മൾ വർക്കിന് നമ്മൾ എന്ത് വരച്ചിട്ടുണ്ടായിരുന്നു? PV ഡയഗ്രാം വരച്ചിട്ടുണ്ടായി. ഇതിലെന്താണ്? ടെമ്പറേച്ചർ ഡിസ്റ്റൻസ് ഡയഗ്രാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റിൽ ഇവിടെയും, പിന്നെ അത് ക്ലോസോസ്റ്റാറ്റിക് പ്രോസസ്സിൽ രണ്ടാമത്തെ പോയിന്റിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് ദി കർവ് ആയിരിക്കും. നമ്മൾ എങ്ങനെ കണ്ടിരിക്കും? ഇന്റഗ്രൽ T ഇൻറ്റു dx, ഇന്റഗ്രൽ 1 to 2. ഹീറ്റ് ട്രാൻസ്ഫർ Q1 to 2 ഈക്വൽ ടു എന്താണ്? നമ്മൾ വർക്കാണ് എഴുതിയ പോലെ തന്നെ ഇന്റഗ്രൽ 1 to 2 T ഇൻറ്റു dx ആയിരിക്കും. ഹീറ്റ് ട്രാൻസ്ഫർ എന്താണ്? ഒരു പാത്ത് ഫംഗ്ഷൻ ആണ്. അടുത്ത സ്പെസിഫിക് ഹീറ്റ് ആൻഡ് ലാറ്റന്റ് ഹീറ്റ്. നിങ്ങൾ പഠിച്ചതാണ്. സ്പെസിഫിക് ഹീറ്റിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത മൊഡ്യൂളിൽ പഠിക്കും. ജസ്റ്റ് ബേസിക് ആയിട്ട് സെയിം സാധനം തന്നെ. എന്താണ് സ്പെസിഫിക് ഹീറ്റ്? ദി സ്പെസിഫിക് ഹീറ്റ് ഈസ് ദി എന്താണ്? സ്പെസിഫിക് ഹീറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് പെർ യൂണിറ്റ് മാസ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ബൈ 1 degree Celsius. അതായത് ഒരു യൂണിറ്റ് മാസിന്റെ ടെമ്പറേച്ചർ 1 degree Celsius ഉയർത്താൻ ആവശ്യമായ ടെമ്പറേച്ചറിന്റെ അളവിനെയാണ് എന്ത് പറയുന്നത്?
സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. The relationship between heat and temperature change is usually expressed in the form of shown below. അതായത് Q heat added is equal to എന്താണ് mc delta T എന്നാണ് പറയാം. M എന്ന് പറഞ്ഞാൽ mass of the system, C എന്ന് പറഞ്ഞാൽ specific heat, delta T എന്ന് പറഞ്ഞാൽ change in temperature. Q is equal to mc delta T എന്ന് നമ്മൾ സാധാരണ പറയും. The product of mass and specific heat is called heat capacity. Mass into C എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ അതിനെ heat capacity എന്ന് പറയും. heat capacity നമ്മൾ capital letters ഉപയോഗിച്ചാണ് എഴുതുക. C, Cp and Cv. Cp, Cv എന്താണെന്നുണ്ടെങ്കിൽ specific heat, small Cp ആണെങ്കിൽ specific heat at constant pressure, small ആണെങ്കിൽ എന്താണ് specific heat at constant volume ആണ് Cp യും Cv. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ, Cp, Cv എന്താണ്. അടുത്ത് latent heat. എന്താണ് latent heat? Latent heat is the amount of heat transfer required to cause a phase change. ഒരു phase ചേഞ്ചിന് റിക്വയർ ആയിട്ടുള്ള ഹീറ്റ്, എമൗണ്ട് ഓഫ് ഹീറ്റ്, അതിനെയാണ് ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. അതായത് ഇൻ യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഒരു യൂണിറ്റ് മാസ് വാട്ടർ ഉണ്ടെന്ന് വിചാരിക്കും. അതായത് 1 കിലോഗ്രാം വാട്ടർ ഉണ്ട് അറ്റ് എത്രയാണ് 100 ഡിഗ്രി സെൽഷ്യസും പ്രഷർ എത്രയെങ്കിലും 1 ബാർ 2 ബാറോ ഒരു 1 ബാർ പ്രഷറും. ഓക്കെ, ഈ വാട്ടറിനെ 1 കിലോഗ്രാം ഉള്ള 1 kg of steam vapor at 100 degree Celsius and 1 bar pressure ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യമായ ഹീറ്റ് എത്രയാണോ അതിനെയാണ് ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. The latent heat of fusion is the amount of heat transferred to melt unit mass of solid into liquid. അതായത് ഒരു ഫേസിലുള്ളത് ഓക്കെ, ലേറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്, ഒരു ഫേസിലുള്ള യൂണിറ്റ് മാസിനെ അതേ വേറൊരു ഫേസ് തൊട്ടടുത്ത ഫേസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ അറ്റ് സെയിം എന്താണ് പ്രഷറും ടെമ്പറേച്ചറും ഇതിനാവശ്യമായ ഹീറ്റ് എത്രയാണോ അതിനെയാണ് ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിറ്റ് മാസ് സോളിഡിനെ ലിക്വിഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ. ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞ യൂണിറ്റ് മാസ് ഓഫ് ലിക്വിഡിനെ വേപ്പറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ. ലേറ്റന്റ് ഹീറ്റ് ഓഫ് സബ്ലിമേഷൻ ഇസ് ദി എമൗണ്ട് ഓഫ്, സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ടു കൺവേർട്ട് യൂണിറ്റ് മാസ് ഓഫ് സോളിഡ് ഇൻ ടു വേപ്പർ ഓർ വൈസ് വേഴ്സ. നേരിട്ട് സോളിഡിൽ നിന്ന് നേരിട്ട് വേപ്പറിലോട്ട്, അതിനെയാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് ഇന്ന് പഠിക്കാനുള്ള. നാളെ നമുക്ക് ഇതിന്റെ കുറച്ച് PDV വർക്കിന്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, അത്രയായിരിക്കും ഇന്ന് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് വായിച്ചു വരിക, നാളെ നമുക്ക് പ്രോബ്ലം ചെയ്യാം.